നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ കുടുംബങ്ങൾക്ക് കൂടുതൽ മികച്ച ചികിത്സാ പരിരക്ഷ ലഭിക്കുമോ? നിലവിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് എന്ത് മാറ്റമുണ്ടാവും? ആരൊക്കെ ഇതിന്റെ പ്രയോജനം ലഭിക്കും? അതുപോലെ സൗജന്യമായി ലഭിക്കുമോ? സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ ലഭിക്കുമോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത്. ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളും സർക്കാർ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കേരളത്തിൽ ചികിത്സാ ചെലവ് വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ശസ്ത്രക്രിയകൾ, ക്യാൻസർ ചികിത്സ, ശസ്ത്രക്രിയകൾ, അതുപോലെ ഹൃദയ ശസ്ത്രക്രിയകൾ, അപകട ചികിത്സ, ICU ചിലവുകൾ എന്നിവ സാധാരണ കുടുംബാംഗങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നത്. ഇതിന്റെ ലക്ഷ്യം ചികിത്സ ലഭിക്കാതെ ഒരു കുടുംബവും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകരുത് എന്നതാണ്. ഈ പദ്ധതിയുടെ അടിസ്ഥാന ആശയം സംസ്ഥാനത്തെ കൂടുതൽ കുടുംബങ്ങൾക്ക് മികച്ച ചികിത്സാ സുരക്ഷ ഒരുക്കുക എന്നതാണ്. വലിയ ചികിത്സാ ചെലവുകൾ വരുമ്പോൾ കുടുംബാംഗങ്ങൾ കടബാധിതരാകാതെ ചികിത്സ ലഭിക്കാനുള്ള ഒരു സാമ്പത്തിക പിന്തുണയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സർക്കാർ ആശുപത്രികൾ മാത്രമല്ല, അംഗീകൃത സ്വകാര്യ ആശുപത്രികളിലും ചികിത്സാ പരിരക്ഷ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഭാവിയിൽ പരിഗണിക്കപ്പെടുന്നത്. പൊതു ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ വിഷയം ചികിത്സാ പരിധിയാണ്. ഒരു കുടുംബത്തിന് ഉയർന്ന തുക വരെ ചികിത്സാ പരിരക്ഷ ലഭിക്കാവുന്ന മാതൃകയാണ് പരിഗണിക്കപ്പെടുന്നത്. വിവിധ റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ തുക, ചികിത്സാ പരിധി, ഓരോ രോഗത്തിനുള്ള വ്യവസ്ഥകൾ എന്നിവ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ബഡ്ജറ്റ് സമയത്ത് 25 ലക്ഷം എന്നാണ് പറഞ്ഞത്. സർക്കാർ ക്ഷേമ പദ്ധതികളിൽ സാധാരണയായി സാമ്പത്തിക സ്ഥിതിയും കുടുംബത്തിന്റെ വിഭാഗവും പരിഗണിക്കാറുണ്ട്. അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും വിവിധ വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം സർക്കാർ ഉത്തരവിലൂടെയായിരിക്കും വ്യക്തമാക്കുക. കേരളത്തിൽ നിരവധി ക്ഷേമ പദ്ധതികളിൽ റേഷൻ കാർഡ് പ്രധാന രേഖയായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും കുടുംബത്തിന്റെ വിഭാഗം തിരിച്ചറിയാൻ റേഷൻ കാർഡ് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ വലിയ കാര്യമാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് കാർഡിന് എന്ത് ആനുകൂല്യം ലഭിക്കുമെന്നത് ഔദ്യോഗിക വിജ്ഞാപനം വന്നതിന് ശേഷമേ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ ഇതിനകം വിവിധ ആരോഗ്യ സഹായ പദ്ധതികൾ നിലവിലുണ്ട്. ഭാവിയിൽ ഇവയ്ക്ക് ചിലത് ഏകോപിപ്പിക്കാനുള്ള ഒരു സംവിധാനം വരുമെന്ന ചർച്ച നടക്കുന്നുണ്ട്. ഒരു ഏകീകൃത ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അപേക്ഷാ നടപടികളും ചികിത്സാ നടപടികളും കൂടുതൽ ലളിതമാക്കാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം സർക്കാർ പിന്നീട് അറിയിക്കും. സർക്കാർ ആശുപത്രികൾ മാത്രമാണെന്നുള്ള ചോദ്യമുണ്ട്. ഇല്ല, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രധാന ലക്ഷ്യം ചികിത്സ ലഭിക്കുന്ന ആശുപത്രികളുടെ ശൃംഖല വികസിപ്പിക്കുകയാണ്. അതുകൊണ്ട് അംഗീകൃത സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും പദ്ധതിയിൽ ഉൾപ്പെടാൻ അവസരം ലഭിക്കും. എന്നാൽ ഏത് ആശുപത്രികളാണ് അംഗീകൃത പട്ടികയിൽ ഉൾപ്പെടുക എന്നത് ഔദ്യോഗിക പട്ടിക പുറത്തിറക്കിയ ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി രോഗികൾക്ക് പ്രയോജനം ലഭിക്കുന്നത് ഈ പദ്ധതി നടപ്പിലായാൽ പ്രതീക്ഷിക്കാവുന്ന ചില നേട്ടങ്ങളാണ്. ചികിത്സാ ചെലവിന്റെ സാമ്പത്തിക ഭാരം കുറയും. കൂടുതൽ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കും. വലിയ ശസ്ത്രക്രിയകൾക്ക് സഹായം ലഭിക്കും. കുടുംബത്തിന്റെ സമ്പാദ്യം ചികിത്സയ്ക്കായി മുഴുവൻ ചെലവാക്കേണ്ട സാഹചര്യം കുറയും. അതുപോലെ സമയബന്ധിത ചികിത്സ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ചികിത്സ ഉൾപ്പെടാൻ സാധ്യതയുള്ള മേഖലകളാണ് പൊതുവെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉൾപ്പെടുന്ന മേഖലകളിൽ ഹൃദയരോഗ ചികിത്സ, ക്യാൻസർ ചികിത്സ, വൃക്കരോഗ ചികിത്സ, ന്യൂറോ ചികിത്സ, അപകട ചികിത്സ, പ്രസവവുമായി ബന്ധപ്പെട്ട ചില സേവനങ്ങൾ, ശസ്ത്രക്രിയകൾ, അടിയന്തര ചികിത്സ. എന്നാൽ ഏതൊക്കെ ചികിത്സകൾ ഉൾപ്പെടുമെന്ന അന്തിമ പട്ടിക ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങളിലായിരിക്കും വരിക. അപേക്ഷ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. പദ്ധതി ആരംഭിച്ചാൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഓൺലൈൻ സംവിധാനമോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ മറ്റ് സർക്കാർ സംവിധാനങ്ങളിലൂടെയോ അപേക്ഷ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആവശ്യമായി വരാൻ സാധ്യതയുള്ള രേഖകൾ ആധാർ, റേഷൻ കാർഡ്, മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, കുടുംബ വിവരങ്ങൾ. ഇവ സർക്കാർ ആവശ്യപ്പെടുന്നുവെങ്കിൽ മാത്രമേ സമർപ്പിക്കാവുള്ളൂ. ഇപ്പോൾ ഒരു പ്രധാന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിക്കുന്നതും അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതും തമ്മിൽ ചില ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ സാധാരണ ജനങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കാനാണ് സാധ്യതയുള്ളതെന്ന്
നമ്മൾ പരിശോധിക്കാം. ഒന്നാമത് ചികിത്സ വൈകിപ്പിക്കുന്ന സാഹചര്യം കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ശസ്ത്രക്രിയയോ മറ്റു വലിയ ചികിത്സകളോ മാറ്റിവെക്കുന്നത്. ചിലവ് കൂടുമെന്നുള്ള കാര്യം, ചികിത്സാ ചിലവ് എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്ക പലരെ അലട്ടാറുണ്ട്. കൂടുതൽ ശക്തമായ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം നിലവിൽ വന്നാൽ ഈ ഭയം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, സർക്കാർ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന അഭിപ്രായവും ചില ആരോഗ്യ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. അംഗീകൃത സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ ലഭിക്കുന്ന സംവിധാനമുണ്ടെങ്കിൽ രോഗികൾക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ ലഭിക്കും. ഇതിലൂടെ അടിയന്തര ചികിത്സ വേഗത്തിൽ ലഭിക്കാനും സഹായമാകും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകാൻ ഈ പദ്ധതിക്ക് കഴിയും. ചികിത്സയ്ക്കായി സ്വർണം പണയം വെക്കുകയോ വായ്പ എടുക്കുകയോ ചെയ്യേണ്ട സാഹചര്യം കുറയുമെന്ന പ്രതീക്ഷയാണ് പലരും പങ്കുവെക്കുന്നത്. എന്നാൽ ഇതെല്ലാം പദ്ധതിയുടെ അന്തിമ മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാർ പുറത്തിറക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുക. പ്രത്യേകിച്ച് അർഹതാ മാനദണ്ഡങ്ങൾ, അപേക്ഷാ രീതി, ആവശ്യമായ രേഖകൾ, അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നിവ കൃത്യമായി മനസ്സിലാക്കണം. അതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ സന്ദേശങ്ങളും ശരിയാണെന്ന് വിശ്വസിച്ച് വ്യാജ വെബ്സൈറ്റുകളിൽ കയറി നിങ്ങളുടെ OTP ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു സർക്കാർ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആനുകൂല്യം ലഭിക്കൂ, ഇത്ര രൂപ നൽകിയാൽ പേര് ഉൾപ്പെടുത്താം എന്നിങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ പണം നൽകുന്നത് ഒഴിവാക്കണം. ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ച ശേഷം മാത്രമേ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കാവൂ. അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSC സെന്റർ വഴിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. പലർക്കുമുള്ള ചില സംശയങ്ങൾ നോക്കാം. പദ്ധതി വന്നാൽ നിലവിലുള്ള ചികിത്സകൾ തുടരുമോ എന്നുള്ളതാണ്. അതെ, നിലവിലുള്ള ആരോഗ്യ സേവനങ്ങൾ തുടരും. പുതിയ പദ്ധതികൾ നിലവിൽ വന്നാൽ അതിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് സർക്കാർ പ്രത്യേകം വിശദീകരണം നൽകും. അതുപോലെ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ എല്ലാ രോഗികൾക്കും അർഹത ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് സർക്കാർ പുറത്തിറക്കുന്ന ചില പാക്കേജുകളെ ആശ്രയിച്ചിരിക്കും. സാധാരണയായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രോഗങ്ങൾക്കും ചികിത്സകൾക്കുമാണ് പരിരക്ഷ ലഭിക്കുന്നത്. പ്രീമിയം അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമുണ്ട്. അത് ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ വന്ന ശേഷമേ വ്യക്തമാവുകയുള്ളൂ. വിവിധ വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത വ്യവസ്ഥകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക അറിയിപ്പ് വരുന്നവരെ കാത്തിരിക്കണം. അതുപോലെ ഇപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പദ്ധതിയുടെ അന്തിമ രൂപം സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക ഉത്തരവുകളിലൂടെയാണ് നമുക്ക് അറിയാൻ കഴിയുക. അതിനാൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയോ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ ചെയ്യരുത്. യൂട്യൂബിൽ പലതരത്തിലുള്ള വ്യാജ റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. 25 ലക്ഷം രൂപ ഇതാ ലഭിച്ചു തുടങ്ങി, 25 ലക്ഷം രൂപ നാളെ മുതൽ എന്നുള്ള പല ഫേക്ക് ന്യൂസുകളും പ്രചരിക്കുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കരുത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷ, ആശുപത്രികളുടെ പട്ടിക, അർഹത, ചികിത്സാ പാക്കേജുകൾ, പ്രീമിയം സംബന്ധിച്ച പുതിയ സർക്കാർ അറിയിപ്പുകൾ പുറത്തു വന്നാൽ അതിന്റെ പൂർണ്ണമായും കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുവരെ ഞങ്ങളോടൊപ്പം തുടരുക. ചാനൽ ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.